ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് രംഗത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് IES കൊല്ലം. എല്ലാവർക്കും അറിയാം, ബാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു നല്ല ശതമാനം ആളുകളും നേരത്തെ IES അലൂമിനികളാണ്. ആ IES ഏറ്റവും കൂടുതൽ റിസൾട്ടും അതുപോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു കോവിഡ് എന്ന് പറയാൻ കാര്യം, അത് കഴിഞ്ഞിട്ടൊരു കാര്യമായൊരു ചേഞ്ച് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. റിക്രൂട്ട് ചെയ്താലും കുട്ടികളുടെ മൈൻഡ് സെറ്റ് കുറേ മാറി, ഇൻറ്റൻസീവ് സ്റ്റഡി കുറവ്, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ബാങ്കിങ് രംഗത്തേക്ക് കുറച്ച്. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് റെഗുലറായിട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം റെഗുലർ റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ട്, കറപ്ഷനൊന്നുമില്ലാതെ വളരെ ജെന്യുവൻ റിക്രൂട്ട്മെൻറ്റാണ്. അതാണ് ബാങ്കിങ് സെക്ടർ ജോബിൻ്റെ ഒരു ഏറ്റവും അട്രാക്ഷനുള്ളത്. രണ്ടാമത്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാലറിയിൽ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പം തന്നെ ഒരു ജോലി കണ്ടെത്താൻ എല്ലാവർക്കും വളരെ പ്ലാൻഡായിട്ട് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്താൽ പറ്റുന്നൊരു ജോബും ബാങ്കിങ് ജോബ് തന്നെയാണ്. അതാണ് ഈ ബാങ്കിങ് ജോബിൻ്റെ പ്രത്യേകത. പിന്നെ പബ്ലിക് സെക്ടർ ജോബ് എന്നുള്ളൊരു പ്രത്യേകത, നമ്മൾ 12 ബാങ്കുകളിൽ കിട്ടുകയാണെങ്കിൽ അതും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക് സെക്ടർ ജോബ് പറയണ്ടല്ലോ, നമുക്ക് ജോബും അത് കഴിഞ്ഞുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളും എല്ലാം അതുപോലെ തന്നെ. പിന്നെ പെർമനൻസി, നമുക്ക് എത്ര വേണമെങ്കിലും ഉയർന്നു പോകാനുള്ള നമുക്ക് ഒരു അവസരങ്ങൾ ജെന്യുവനായിട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ ബാങ്കിങ് സെക്ടർ ജോബ് എന്ന് പറയുന്നതും. പബ്ലിക് സെക്ടർ ജോബിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകവും അത് തന്നെയാണ്. പിന്നെ ബാങ്ക് എക്സാം നേരത്തെ തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളൊരു പ്രത്യേകത, ആൻഡ് ഓവറോൾ എബിലിറ്റി ദേ ആർ അക്വയറിങ്. അപ്പോൾ ഓവറോൾ എബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും വേണ്ട ഒരു എബിലിറ്റി നമുക്ക് ഈ ബാങ്ക് എക്സാം ഹയർ ലെവലാണ്. ആ ഹയർ ലെവൽ പ്രിപ്പറേഷൻ ആകുമ്പോൾ സ്പീഡ്, ആക്യുറസി എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് റീച്ച് ചെയ്യും. അങ്ങനെ റീച്ച് ചെയ്യുന്ന ഒരാളിന് ഏത് എക്സാമും എഴുതാം. എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, ബാങ്ക് വേണോ, ഇൻഷുറൻസ് വേണോ, RBI വേണോ, എന്താണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ പാറ്റേൺ ഓഫ് എക്സാം എല്ലാ സ്ഥലത്തും ഉണ്ട്. കുറച്ച് വ്യത്യാസത്തിൽ സ്റ്റാഫ് സെലക്ഷനും അതുപോലെ തന്നെ മാത്സ്, റീസണിങ് ഇതെല്ലാം കോമൺ ആണ്. ഇംഗ്ലീഷ് കോമൺ ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ, CGLS, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വളരെ ഉത്സാഹത്തോടെ നമ്മൾ ഡിഗ്രി കഴിയുന്ന ഒരാൾ പ്രിപ്പയർ ചെയ്ത് വരാനുള്ള ഒരു അവസരമാണ് ഈ ബാങ്ക് എക്സാമിന് കോച്ചിങ്ങിന് ചേരുക എന്ന് പറഞ്ഞാൽ. അപ്പം 35 ഇയേഴ്സായിട്ട് നമ്മൾ പ്രൂവനാണ് നമ്മുടെ സെൻറ്റർ. ഏത് ബാങ്കിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ബേസ് ചെയ്തുള്ള കൊല്ലം IES എന്നുള്ള കുട്ടികൾ തന്നെയാണ്. അവരാണ് ഇന്നത്തെ അപ് ടു ഫ്രം 90 ഓൺവേർഡ്സ്, 88, 90 തൊട്ട് ഈ പീരീഡ് വരെ എല്ലാ റിക്രൂട്ട്മെൻറ്റിലും വളരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ IESലെ കുട്ടികൾ. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് നമ്മൾ ഓൺലൈൻ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. IES ഓൺലൈൻ എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടൊരു ആപ്പ്. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനും കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും, നിങ്ങൾ ഏത് ജോബിൻ്റെ പാർട്ട് ടൈം ജോബ്, ഇപ്പോൾ മൾട്ടി ടാസ്ക്കാണ് എല്ലാവരുടെയും ഒബ്ജക്റ്റീവ്. അപ്പോൾ മൾട്ടി ടാസ്ക് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പെർമനൻറ്റ് ജോബിനുള്ള ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു എഫേർട്ട് എടുക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഒരു അവസരമാണ് നമ്മുടെ ഓൺലൈൻ ആപ്പിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് അതിനകത്ത് ക്ലാസ് എല്ലാം ഉണ്ട്. റെഗുലറായിട്ട് നമ്മളുടെ ക്ലാസ് എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മോക്ക് ടെസ്റ്റുകളുണ്ട്, മോഡൽ ഇൻ്റർവ്യൂസ് ഉണ്ട്. എല്ലാം നിങ്ങൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കിട്ടുമോ അതിനൊക്കെ അതീതമായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം പോലും നമുക്ക് ഒരു 6 മാസം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിനോടൊപ്പം ഈ പ്രിപ്പറേഷനോട് നടത്തിയാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. വളരെ ജെന്യുവനായിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറേ അതിനുള്ളൂ. അത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ട ഡിസ്കൗണ്ട്സൊക്കെ, ഓഫറുകളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് റെഗുലർ ജോബിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ജോബും കൂടി, ഒരു പബ്ലിക് സെക്ടർ ജോബ് എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ ഇത് ഏറ്റവും സൗകര്യപ്രദമായ ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല ഭാവി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.